സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിന്റെ ആറ്റം ബോംബിന്റെ കഥ പറഞ്ഞപ്പോൾ കുറച്ചാളുകൾ ഇന്ത്യയുടെ ആറ്റം ബോംബിന്റെ കഥയും പറയണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ത്യയുടെ ആറ്റം ബോംബിന്റെ കഥ പറയുകയാണെങ്കിൽ അതൊരു വ്യക്തിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോജക്ടുകളുടെ പിതാവായി അറിയപ്പെടുന്നത് ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്ന 1909 ഒക്ടോബർ 30 ജനിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം വലിയ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹം ജെ.ആർ.ഡി. ടാറ്റയുടെ അങ്കിളായിട്ടുള്ള റാബ്ജി ടാറ്റ എന്ന് പറയുന്ന ആളുടെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ആന്റിയാണ്. അപ്പൊ ഇദ്ദേഹം ടാറ്റ ഫാമിലിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ആ ഒരു ലെവലിലുള്ള ഒരു കുടുംബത്തിൽപ്പെടുന്ന ആളുമാണ്. പാഴ്സി ഫാമിലിയാണ്. നമുക്കറിയാം, ഈ 1909 ഇദ്ദേഹം ജനിക്കുന്നത്. വാസ്തവത്തിൽ ഈ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഫിസിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ ഫിസിക്സ് എന്നും മോഡേൺ ഫിസിക്സ് എന്നും. ഈ മോഡേൺ ഫിസിക്സ് ജനിക്കുന്നത് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറിയാണ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അത് 1900 പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ 1900 ശേഷമുള്ള ഫിസിക്സിനെ മോഡേൺ ഫിസിക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ മോഡേൺ ഫിസിക്സ് ജനിച്ച് വളർന്ന കാലഘട്ടത്തിൽ ജനിച്ച ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം മോഡേൺ ഫിസിക്സ് വളരുന്നതിനോടൊപ്പം തന്നെ വളർന്നു വന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ റേഡിയോ ആക്ടിവിറ്റിയും ഈ പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷനും ഈ സംഗതികളും എല്ലാം മോഡേൺ ഫിസിക്സിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ആ മോഡേൺ ഫിസിക്സ് 1900 ശേഷം വളർന്നു വന്ന കൂട്ടത്തിൽ മോഡേൺ ഫിസിക്സിന്റെ അനുജനായി 1909 ജനിച്ച ഹോമി ബാബയും വളർന്നു വരികയായിരുന്നു. ഒരുപക്ഷെ ഐൻസ്റ്റീനൊപ്പം തലയെടുപ്പുള്ള ബുദ്ധിശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. 15ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 15ാമത്തെ വയസ്സിൽ ഞാൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ 15 വയസ്സിൽ തന്നെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇദ്ദേഹത്തിന് വഴങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ബുദ്ധിശക്തിയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. 15ാമത്തെ വയസ്സിൽ തന്നെ സീനിയർ കാംബ്രിഡ്ജ് എക്സാമിനേഷൻ പാസ്സായി. അന്ന് ഇന്ത്യയിലുള്ള ആളുകൾക്ക്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലമാണ്, ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാനുള്ള ഫ്രീ ആക്സസ് ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് ഈ 15ാമത്തെ വയസ്സിൽ തന്നെ ഇദ്ദേഹം സീനിയർ കാംബ്രിഡ്ജ് എക്സാമിനേഷൻ പാസ്സായ ആളാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുന്ന 18 വയസ്സാണ്. അങ്ങനെയാണ് അദ്ദേഹം 1927 ഇദ്ദേഹം ഇംഗ്ലണ്ടിലെത്തുന്നു. ഇദ്ദേഹം അവിടെ എത്തിയ കാലത്ത് തന്നെ ആർതർ ക്രോംപ്ടനെ പരിചയപ്പെടുന്നു. ക്രോംപ്ടൺ ഇഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആർതർ ക്രോംപ്ടൺ എന്ന് പറയുന്ന ആർതർ ക്രോംപ്ടണും ഹൈസൻബർഗും ഐൻസ്റ്റീനും പ്ലാങ്കും നീൽ ബോറും ജെ തോംസണും റോഡ്ജനും കുദർഫോർഡും ഒക്കെ അടങ്ങുന്ന സയന്റിസ്റ്റുകളുടെ ഒരു വലിയ സംഘമാണ് ഈ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ഈ വലിയ ശാസ്ത്രശാഖയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അതിലെ ഏറ്റവും ഒരു പൈനിയറിംഗ് ഫിഗർ ആയിട്ടുള്ള ആർതർ ക്രോംപ്ടൺ ഇദ്ദേഹം 1927 തന്നെ പരിചയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഫാരഡേ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ ശാസ്ത്രജ്ഞര് അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഫാരഡേ സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നീട് അത് റോയൽ സൊസൈറ്റി ആയി. ഹോമി ബാബ അതിന്റെ ഒരു മെമ്പറായി. അപ്പൊ അന്ന് അദ്ദേഹത്തിന് അതിന് മെമ്പർ ആവാൻ സാധിച്ചില്ല. കാരണം ഐൻസ്റ്റീനെ പോലത്തെ വലിയ തലയെടുപ്പുള്ള സയന്റിസ്റ്റുകളുള്ള ഫാരഡേ സൊസൈറ്റിയിൽ ഇദ്ദേഹത്തിന് അവിടുത്തെ കോൺഫറൻസുകളിൽ അറ്റൻഡ് ചെയ്യുവാനുള്ള, കേൾക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും വലിയ ഇൻസൈറ്റ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. 1927 ഫാരഡേ സൊസൈറ്റിയിൽ വെച്ചിട്ടാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ ആദ്യം ന്യൂട്ടൺ നിരാകരിക്കുകയും പിന്നീട് ചെറിയ പയ്യനായിരുന്ന ഹൈസൻബർഗിനെ അദ്ദേഹം വിളിച്ച് അഭിനന്ദിച്ച് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ അദ്ദേഹം സ്വീകരിക്കുകയൊക്കെ ചെയ്ത കഥ, അത് ശാസ്ത്രലോകത്തിലെ വലിയ രസകരമായ കഥകളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. പിന്നീട് അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ചേർന്ന് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇദ്ദേഹത്തിനുണ്ടായ ഒരു വലിയ മെച്ചം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, തിയറട്ടീഷ്യൻ. അപ്പൊ ബാക്കി നമ്മൾ ഈ പറഞ്ഞ സയന്റിസ്റ്റുകളെല്ലാം തിയറട്ടീഷ്യന്മാരാണ്. ഒരു തിയറട്ടീഷ്യനും ടെക്നോക്രാറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം തിയറട്ടീഷ്യൻ വലിയ ബുദ്ധിശക്തി ഉപയോഗിച്ച് വലിയ വലിയ തിയറികൾ ഉണ്ടാക്കും. പക്ഷെ അതിനെ ഒരു പ്രായോഗിക ഉപകരണമാക്കി മാറ്റാൻ സാധിക്കണമെങ്കിൽ അതൊരു ടെക്നോക്രാറ്റിനെ സാധിക്കുള്ളൂ. അപ്പൊ ഇദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്ത ശേഷം അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തമായ കാവൻഡിഷ് ലബോറട്ടറിയിൽ ജോയിൻ ചെയ്തു. ഈ കാവൻഡിഷ് ലബോറട്ടറിയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ മുതലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവിടെ ന്യൂക്ലിയർ ഫിസിക്സ് അവരുടെ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ലബോറട്ടറിയാണ് കാവൻഡിഷ് ലബോറട്ടറി. മാൻഹാട്ടൻ പ്രോജക്ടിന്റെ ശരിക്കുള്ള റൂട്ട് ഈ കാവൻഡിഷ് ലബോറട്ടറിയിൽ നിന്നാണ് സംഭവിക്കുന്നത്. അവിടെ വെച്ച് ഇദ്ദേഹം ചാഡ്വിക്കിനെ പരിചയപ്പെടുന്നുണ്ട്.
അതിനുശേഷം ഇദ്ദേഹത്തിന് ഐസക് ന്യൂട്ടൺ ഫെലോഷിപ്പ് ലഭിക്കുകയും അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന റോമിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനായിട്ട് പോവുകയും ചെയ്തു. വീണ്ടും ന്യൂക്ലിയർ ഫിസിക്സ് തന്നെ, ആറ്റമിക് ഫിസിക്സിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഇൻ റോമിൽ ചേരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം എൻറിക്കോ ഫെർമിയെ പരിചയപ്പെടുന്നത്. എൻറിക്കോ ഫെർമി മാൻഹാട്ടൻ പ്രോജക്ടിന്റെ ജോയിന്റ് ഡയറക്ടറാണെന്ന് നമുക്കറിയാം. മാൻഹാട്ടൻ പ്രോജക്ടിന്റെ ജോയിന്റ് ഡയറക്ടറായിട്ടുള്ള എൻറിക്കോ ഫെർമി അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ഡിറാക്കിനൊപ്പം ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിറാക്കിന്റെ ഹോൾ തിയറി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഹോൾ തിയറി ന്യൂക്ലിയർ ഫിസിക്സിലെ. ആ ഹോൾ തിയറി ഡിറാക്കിനോടൊപ്പം തന്നെ റിസർച്ച് ചെയ്ത് ഡിറാക്ക് പബ്ലിഷ് ചെയ്ത ഹോൾ തിയറി പേപ്പറിൽ ഇദ്ദേഹം ഒരു കമ്പൈൻഡ് ഓതറാണ്. അത്രത്തോളം ഉയരത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഹോമി ബാബ എന്ന് പറയുന്നയാള്. പിന്നീട് അദ്ദേഹം PMS ബ്ലാക്കറ്റ്സ് ലബോറട്ടറി മാഞ്ചസ്റ്റർ ഉള്ള PMS ബ്ലാക്കറ്റ്സ് ലബോറട്ടറി അതിലാണ് റേഡിയോ ആക്ടിവിറ്റി ഉള്ള കൂടുതലായിട്ടുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തുകയും ഈ റേഡിയോ ആക്ടിവിറ്റിയെ സംബന്ധിച്ച് അതിന്റെ A to Z തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ അപ് ടു ഡേറ്റ്, അന്ന് ഐൻസ്റ്റീൻ അടക്കമുള്ള ശാസ്ത്രജ്ഞർ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഓപ്പൺ ഹീമർ അടക്കമുള്ള ശാസ്ത്രജ്ഞർ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ആ ഒരേ ലെവൽ ആ ഫ്രണ്ട് റോയില് ഹോമി ബാബയും. അങ്ങനെ 1900 അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം റേഡിയോ ആക്ടിവിറ്റി ആറ്റം ബോംബിലേക്ക് വളർന്നു വരികയാണ്. റേഡിയോ ആക്ടിവിറ്റി മാഡം ക്യൂറി കണ്ടുപിടിച്ച് അത് ആറ്റം ബോംബിലേക്ക് വളർന്നു വരികയാണ്. അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച് ആറ്റം ബോംബിലേക്ക് വളരുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ ഒപ്പം വളർന്നു വന്ന ശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ ഒരു സംഘ ശാസ്ത്രജ്ഞനുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഹോമി ബാബയും ഉണ്ടെന്ന് നമുക്ക് പറയാം. പിന്നീട് മാൻഹാട്ടൻ പ്രോജക്ടിന്റെ ഭാഗം, മാൻഹാട്ടൻ പ്രോജക്ട് എന്ന് പറയുന്നത് 1939 തുടങ്ങി 1944 ന്യൂ മെക്സിക്കോയിലെ ഒരു ഡെസാർട്ടില് ആറ്റമിക് എക്സ്പ്ലോഷൻ നടത്തി. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ആറ്റം ബോംബ് പരീക്ഷിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോജക്റ്റാണ് മാൻഹാട്ടൻ പ്രോജക്ട് എന്ന് പറയുന്നത്. മാൻഹാട്ടൻ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ഒരു പ്രദേശമാണ്. അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഓപ്പൺ ഹീമർ, സീബോർഗ്, ചാഡ്വിക്ക്, എൻറിക്കോ ഫെർമി, ആർതർ കോംപ്ടൺ, നീൽ ബോർ അടക്കമുള്ള 51 പ്രമുഖ സയന്റിസ്റ്റുകളാണ് ഈ മാൻഹാട്ടൻ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നത്. ആ 51 പേരും ഈ അദ്ദേഹത്തിന്റെ ഹോമി ബാബയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. അവരുടെ ഒപ്പം തലയെടുപ്പുള്ള സയന്റിസ്റ്റാണ് അദ്ദേഹം. മാൻഹാട്ടൻ പ്രോജക്ട് എന്ന് പറയുന്നത് US-ന്റെയും ബ്രിട്ടന്റെയും കാനഡയുടെയും ഒരു കമ്പൈൻഡ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം ബ്രിട്ടന്റെ ഒരു കമ്പൈൻഡ് പ്രോജക്റ്റ് ആയിരുന്നെങ്കിലും ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ ആ ഒരു നിലയ്ക്ക് പരിഗണിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ബാബ ശരിക്കും ആ ഒരു പ്രോജക്ടിന്റെ ഭാഗമാകേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും CV രാമനോടൊപ്പം IISc ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. CV രാമൻ നമുക്കറിയാം നോബൽ ല്യൂറേറ്റ് ആണ്. CV രാമൻ അദ്ദേഹത്തെ പറ്റി വലിയ ബഹുമാനമായിരുന്നു. CV രാമൻ അദ്ദേഹത്തെ പറ്റി വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം മെമ്പർ ഓഫ് റോയൽ സൊസൈറ്റി ആവുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കയിൽ പഠിപ്പിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. അപ്പൊ ഐൻസ്റ്റീനോടൊപ്പം ഒരു ഫെലോ ആയിട്ട് ജോയിൻ ചെയ്യാൻ, അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന് പ്രിൻസ്റ്റൺ ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് 1942-43 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം IISc ബാംഗ്ലൂരുള്ള സമയത്താണ് വിക്രം സാരാഭായിയെ പരിചയപ്പെടുന്നത്. അന്ന് ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 33 വയസ്സൊക്കെ ഉണ്ടാവും. സാരാഭായിക്ക് അന്ന് 23 വയസ്സേ ഉള്ളൂ എന്ന് പറയണം. സാരാഭായി 1919 ജനിച്ചാണ്, 1919 ജനിച്ചാണ്. അപ്പൊ തന്നെ പോലെ അതിബുദ്ധിമാനായ ഒരു മനുഷ്യൻ, വിക്രം സാരാഭായി ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ പിതാവാണ്. തന്നെ പോലെ അതിബുദ്ധിമാനായ ഒരു മനുഷ്യനെ പരിചയപ്പെടാനിടയായ സാഹചര്യത്തില് ഇദ്ദേഹം ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാ വിദേശത്ത് പോകുന്നത്? ഇതുപോലത്തെ ബുദ്ധിമാന്മാരായ മനുഷ്യര് ഇന്ത്യയിലുള്ളപ്പം ഞാൻ എന്തിനു വിദേശത്ത് പോകണം? ഞാൻ ഇന്ത്യയിൽ തന്നെയാണ് നിൽക്കേണ്ടത് എന്ന തിരിച്ചറിവില് ഇദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഡറാബ്ജി ടാറ്റയെ സമീപിക്കുകയും ഇന്ത്യയിലെ ന്യൂക്ലിയർ ഫിസിക്സിന് ഒരു ലബോറട്ടറി ആവശ്യമാണ്, അത് ഫൈനാൻസ് ചെയ്യണം എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ സർ ഡെറോബ്ജി ടാറ്റ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് 1945 ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നൊരു സ്ഥാപനം, ഇപ്പോഴും വളരെ പ്രശസ്തമായ സ്ഥാപനമാണത്. TIFR ഇന്ത്യയിലെ ഏതൊരു ശാസ്ത്ര വിദ്യാർത്ഥിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് 1945 സ്ഥാപിച്ചത് ഈ ഭാഭായിക്ക് വേണ്ടി ആണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സ്ഥാപനത്തിൽ അദ്ദേഹം ന്യൂക്ലിയർ ഫിസിക്സിന്റെ റിസർച്ചുകൾ തുടങ്ങുന്നു. അതിനിടയിലൂടെ 45 ആറ്റം ബോംബ് വർഷിക്കുന്നു. അത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് കൗതുകമുണ്ടാക്കിയ സംഗതിയാണ്. അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് വേറെ. അപ്പോ പിന്നീട് നമ്മൾ 47 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. 1948 ഈ ഹോമി ബാബ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിന് ഈ അറ്റോമിക് എനർജിയുടെ പവറിനെ കുറിച്ച് ഒരു എഴുത്തെഴുതുന്നു. വസ്തുത ആൽബർട്ട് ഐൻസ്റ്റീൻ അന്ന് ജനറൽ ഐസൻഹോവറിന്, അമേരിക്കൻ പ്രസിഡന്റായ ജനറൽ ഐസൻഹോവറിന് അറ്റോമിക് എനർജിയുടെ പവറിനെ കുറിച്ച് എഴുതിയ ഒരു ലെറ്ററാണ് വാസ്തവത്തിൽ മാൻഹാട്ടൻ പ്രോജക്റ്റായി മാറുന്നത്. അതുപോലെ 1948 ഈ ഹോമി ബാബ ജവഹർലാൽ നെഹ്റുവിന് എഴുതുന്ന ഒരു എഴുത്താണ് ഇന്ത്യൻ ന്യൂക്ലിയർ
ഫിസിക്സിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള അടിസ്ഥാന ഘടകം. അദ്ദേഹം നെഹ്റു അദ്ദേഹം ശാസ്ത്രബോധമുള്ള വളരെ സമർത്ഥനായ ഒരു ഭരണാധികാരിയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആളുമാണ്. ഉടനെ തന്നെ ഹോമി ഭാഭയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും 1948 ഓഗസ്റ്റ് 10 ആറ്റമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ആറ്റമിക് എനർജി ഓഫ് കമ്മീഷൻ ഇന്ത്യയുടെ ഒന്നാമത്തെ ചെയർമാനായിട്ട് ഈ ഹോമി ഭാഭയെ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ സ്വരൂപ് ഭട്നാഗർ ഉണ്ടായിരുന്നു, KS കൃഷ്ണൻ ഉണ്ടായിരുന്നു ആ കമ്മീഷനിൽ. പിന്നീട് അവര് 1954 അപ്പൊ TAFR അവിടെ ഉണ്ട്. 1954 ഗവൺമെന്റ് വലിയ ഗവൺമെന്റ് ഫണ്ടിങ്ങോടുകൂടി 1200 ഏക്കറില് ട്രോംബയില് ആറ്റമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാപനം ഉണ്ടാക്കി. 1200 ഏക്കറിലാണ്. അവിടെ നിന്നാണ് പിന്നീട് ന്യൂക്ലിയർ ബോംബിന്റെ ഒക്കെ പ്രാഥമിക ഫോമങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നത് ഈ സ്ഥലത്തു നിന്നാണ്. ഇത് ട്രോംബയിലാണ് ഇത് സ്ഥാപിച്ചത്. ഇപ്പോഴത് BARC എന്നാണ് അറിയപ്പെടുന്നത്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്നറിയപ്പെടുന്ന സംഗതി 1954 ആണ് സ്ഥാപിക്കപ്പെടുന്നത്. ഹോമി ഭാഭയെ പിന്നീട് സെക്രട്ടറി ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി ആയിട്ട് നെഹ്റു നിയമിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ത്യയിലെ യുറേനിയത്തിന് വലിയ സ്കേഴ്സിറ്റിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ആറ്റമിക് ഫ്യൂവൽസും കാര്യങ്ങളും ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല, ഒരു രാജ്യവും കൊടുക്കില്ല, ടെക്നോളജിയും കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയേണ്ട ഇസ്രായേലിന്റെ ടെക്നോളജി അമേരിക്കയിലുള്ള ജൂയിഷ് സയന്റിസ്റ്റുകൾ കൊണ്ട് കൊടുത്തൊന്നല്ല കേട്ടോ, ഇസ്രായേൽ സ്വയം ഡെവലപ്പ് ചെയ്തതാണ്. അമേരിക്കയിൽ ജൂയിഷ് സയന്റിസ്റ്റുകൾ ഉണ്ട് എന്ന് കരുതി ആ സയന്റിസ്റ്റുകൾക്ക് അതിന് ടെക്നോളജി കൊണ്ടുപോയിട്ട് പിന്നെ ഇസ്രായേൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പണിയൊക്കെ നമ്മുടെ പാകിസ്ഥാനിലെ AQ ഖാൻ മാത്രമേ ചെയ്യുള്ളൂ. ഒരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ ടെക്നോളജി ഒരു കാരണവശാലും വേറെ രാജ്യത്തിന് കിട്ടില്ല, വേണമെങ്കിൽ തന്നെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഇപ്പൊ ഈ ന്യൂക്ലിയർ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഹോമി ഭാഭയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പിന്നീട് ധാരാളം സയന്റിസ്റ്റുകൾ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. വലിയൊരു സയന്റിസ്റ്റുകളുടെ സംഘത്തെ, അദ്ദേഹത്തോളം തന്നെ തലയെടുപ്പുള്ള സയന്റിസ്റ്റുകളുടെ സംഘത്തെ അദ്ദേഹം കൂടുതൽ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. TAFR അതുപോലത്തെ സ്ഥാപനങ്ങളും IISc ബാംഗ്ലൂരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സയന്റിസ്റ്റുകളുടെ വലിയൊരു നിരയെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. അപ്പം ഇവരെല്ലാം കൂടി ഈ സ്ഥാപനത്തോട് ചേരുകയും അങ്ങനെ 1956 ഇന്ത്യ ആദ്യമായിട്ട് ഒരു ന്യൂക്ലിയർ റിയാക്ടർ സംഘടിപ്പിക്കുന്നത്. അപ്സര എന്നാണ് റിയാക്ടറിന്റെ പേര്. 1956 അത് ട്രോംബയിലെ സ്ഥാപനത്തിലാണ് വരുന്നത്. സോവിയറ്റ് യൂണിയന് ശേഷം ആദ്യമായിട്ട് ഏഷ്യയിൽ ഒരു സ്ഥാപനത്തിനുണ്ടാകുന്ന ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യക്കാണ്. ചൈനയ്ക്ക് പോലും അന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പൊ അത്രയും ആദ്യം തന്നെ ഇവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ വരുന്നു. അതേ വർഷം തന്നെ കാനഡയുമായി ഇദ്ദേഹത്തിന് ഈ സയന്റിസ്റ്റുകളുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളുടെയും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ആറ്റമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻമാർ ഇദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സൗഹൃദം ഇദ്ദേഹം വല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒന്നാമതൊരു ഡിപ്ലോമാറ്റാണ്. ഇദ്ദേഹത്തെ ഒരു തരത്തിലും സംസാരിച്ച് തോൽപ്പിക്കാനാവില്ല എന്ന് അമേരിക്കൻ ആറ്റമിക് എനർജി കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള സീബോർഗ് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. വളരെ പൊളൈറ്റായിട്ടേ സംസാരിക്കുകയുള്ളൂ. സംസാരത്തിൽ ഇദ്ദേഹം ഗാന്ധിജിയുടെ മോനാണ് എന്നാണ് പറയുന്നത്. ഗാന്ധിജി ഇതുപോലെ തന്നെയാണ്. ഗാന്ധിജി വളരെ സമാധാനമായിട്ടേ സംസാരിക്കുള്ളൂ. പക്ഷെ ഒരു ആർഗ്യുമെന്റില് ഗാന്ധിജിയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും ആവില്ല. കാരണം വിൻസ്റ്റൺ ചർച്ചിലിന് ഗാന്ധിജിയെ കുറിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭയം അതായിരുന്നു. ഏത് നെഗോസിയേഷൻ എന്നാലും ഗാന്ധിജി ജയിച്ചിട്ടേ പോവുള്ളൂ. അദ്ദേഹം ഒരിക്കലും ദേഷ്യം പിടിക്കില്ല, പക്ഷെ വളരെ ഷാർപ്പായിട്ട് പോയിന്റുകൾ അവതരിപ്പിക്കും. വളരെ സമാധാനപൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് ആളുകളെ കൊണ്ടുവരും. അതേ ക്വാളിറ്റി ഉണ്ടായിരുന്ന ആളാണ് ഈ ഹോമി ഭാഭ എന്ന് പറയുന്നയാള്. അപ്പൊ ഇദ്ദേഹം കനേഡിയൻ ആറ്റമിക് എനർജി കമ്മീഷന്റെ ചെയർമാനായിരുന്ന WB ലൂയിസുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിച്ച് അവിടെ നിന്ന് യുറേനിയം കിട്ടാനുള്ള ഒരു സൗകര്യം അദ്ദേഹം ഉണ്ടാക്കുകയും കൂടാതെ കാനഡയിൽ നിന്ന് സൈറസ് എന്ന് പറയുന്ന റിയാക്ടർ നൈംഡ് കാനഡ ഇന്ത്യ റിയാക്ടർ വിച്ച് ഇസ് നൈംഡ് ആസ് കാനഡ ഇന്ത്യ റിയാക്ടർ യൂട്ടിലിറ്റി സർവീസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് സൈറസ്. അങ്ങനെയൊരു റിയാക്ടർ ജൂലൈ 10, 1960 ഇന്ത്യയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ റിയാക്ടറാണ് നമ്മുടെ 1974 ന്യൂക്ലിയർ എക്സ്പ്ലോഷന് ഫൗണ്ടേഷൻ ആയിട്ടുള്ള റിയാക്ടർ എന്ന് മനസ്സിലാക്കണം. 1964 തന്നെ നമ്മൾ വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയം ഉണ്ടാക്കി. കാരണം നമുക്ക് യുറേനിയത്തിന് സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യയിലെ തോറിയം അവൈലബിലിറ്റി, റേഡിയോ ആക്റ്റീവ് തോറിയം, ന്യൂക്ലിയർ ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം 4 റേഡിയോ ആക്റ്റീവ് സീരീസുകളുണ്ട്. അതിലൊന്ന് തോറിയം സീരീസ് ആണ്. അപ്പൊ ആ തോറിയം സീരീസിലെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ പൊളോണിയം പ്രത്യക്ഷപ്പെടും. അപ്പൊ തോറിയത്തിൽ നിന്ന് പൊളോണിയം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ തോറിയത്തിൽ നിന്ന് യുറേനിയവും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ തോറിയത്തിൽ നിന്ന് പൊളോണിയവും യുറേനിയവും, റേഡിയോ ആക്റ്റീവ് പൊളോണിയവും റേഡിയോ ആക്റ്റീവ് യുറേനിയവും ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇന്ത്യയുടെ ടെക്നോളജിയായി സ്വയമായി വികസിപ്പിച്ചെടുത്തത്. അതിലേക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഈ റിയാക്ടറുകളാണ് അപ്സര റിയാക്ടറും അതുപോലെ ഈ സൈറസ് റിയാക്ടറും ഒക്കെ വരുന്നത് അതിലേക്കുള്ള റിയാക്ടറുകളായിട്ടാണ്. ഇപ്പൊ നമ്മൾ വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയം 1964 തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയിലുള്ള വീണ്ടും ഒരു ന്യൂക്ലിയർ പ്ലാന്റ് കൂടി ഇതുപോലെ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടാക്കാനുള്ള ഒരെണ്ണം 1961 അതിന്റെ പേര് ഫിനിക്സ് പ്ലാന്റ് എന്നാണ്.
അത് 1961 നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ 1961 ആവുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ 3 ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ട് എന്നുള്ള സാഹചര്യം വന്നു. അപ്പൊ ഫിനിക്സ് ന്യൂക്ലിയർ റിയാക്ടർ അടക്കം 3 അപ്പൊ ആവശ്യത്തിന് എൻറിച്ച്ഡ് യുറേനിയം 1964 തന്നെ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ടാവുന്നു. ഇപ്പൊ നമ്മൾ ആറ്റമിക് പവർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ആ സമയം വരെ ശ്രമിച്ചിരുന്നില്ല. പിന്നീട് നമ്മൾ 1964 താരാപൂർ ആറ്റമിക് പവർ സ്റ്റേഷന്റെ പണി ആരംഭിക്കുന്നു. അതിന് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ കോർപ്പറേഷനുമായിട്ട് ഒരു സഹകരണത്തിലാണ് താരാപൂർ ആറ്റമിക് പവർ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്. അവിടുന്ന് എൻറിച്ച്ഡ് യുറേനിയം, എൻറിച്ച്ഡ് പ്ലൂട്ടോണിയം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മളുടെ പോളിസി എന്താണ്? നമ്മൾ വാസ്തവത്തിൽ പീസ് പർപ്പസിന് വേണ്ടിയാണ് ഈ ന്യൂക്ലിയർ റിസർച്ച് നടത്തുന്നതെന്ന് നിരന്തരമായിട്ട് ലോകരാജ്യങ്ങളെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഭയമുള്ള കാര്യമാണ്. ഒരാൾ ആറ്റം ബോംബ് ഉണ്ടാക്കാത്ത എല്ലാവർക്കും ഭയമുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും US-ന്. അപ്പൊ ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ ഇത് പീസ് പർപ്പസിനുള്ളതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ഹോമി ഭാഭയ്ക്ക് സാധിച്ചിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒന്നാമതൊരു ഡിപ്ലോമാറ്റാണ്, ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. അപ്പൊ 1962 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുകയും 1964 ചൈന ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ഇത് ഒരു ന്യൂക്ലിയർ ബോംബിലേക്ക് എത്തിക്കണമെന്ന വലിയ ആഗ്രഹം ഹോമി ഭാഭയ്ക്കുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടില്ല. 1964 ചൈന ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നു. 1964 തന്നെ നെഹ്റു മരിക്കുന്നു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഷോക്കാണ്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള വ്യക്തിയും ഇന്ത്യൻ നെഹ്റുവിന്റെ പിന്നിൽ ഇങ്ങനെ അണിനിരന്ന് പോകുന്നൊരു കാരണം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്തുടർച്ചയാണ്. നെഹ്റു മരിക്കുന്നു, ശാസ്ത്രി പ്രധാനമന്ത്രിയാവുന്നു. 1965 പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നു. കാശ്മീരിന്റെ വിഷയത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയോട്. അപ്പൊ ഇന്ത്യ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നെഹ്റു മരിച്ച ആ ഒരു ഗ്യാപ്പ് മുതലാക്കാൻ സാധിക്കുമോ എന്നൊരു ശ്രമമാണ് പാകിസ്ഥാൻ അവിടെ നടത്തി നോക്കിയത്. എന്തായാലും ശാസ്ത്രി ആ യുദ്ധം ജയിക്കുന്നുണ്ട്. പക്ഷെ 1966 ജനുവരി 11 ഹാർട്ട് അറ്റാക്ക് മൂലം ശാസ്ത്രി മരിച്ചു പോകുന്നു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഷോക്കാണ് അത്. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത്. ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് പറയുന്നത് 1966 ജനുവരി 24 മോൺബ്ലാങ്ക് മാസിഫ് എന്ന് പറയുന്ന സ്ഥലം ഫ്രാൻസിലെ അവിടെ ഉണ്ടായ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷില് ഹോമി ഭാഭ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ 1966 സംഭവിച്ചു. ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോജക്ടിന്റെ പിതാവായിട്ടുള്ള ഹോമി ഭാഭ 1966 അദ്ദേഹത്തിന് 56 വയസ്സേ ഉണ്ടായിരുന്നു. 56 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് പീരീഡാണ്. അപ്പൊ ആ പീരീഡിൽ അദ്ദേഹം ഒരു പ്ലെയിൻ ക്രാഷിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. ഈ ശാസ്ത്രിയുടെയും ഹോമി ഭാഭയുടെയും അതുപോലെ തന്നെ സാരാഭായ് പിന്നീട് 1971 ഹാർട്ട് അറ്റാക്ക് മൂലം തിരുവനന്തപുരത്ത് വെച്ച് മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് 53 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ 3 മരണങ്ങളുടെ പിന്നിൽ CIA ആണ് എന്ന വലിയ ഒരു സംസാരം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ശരിതെറ്റുകളെ കുറിച്ച് അറിയില്ല. എപ്പോഴും ഇത്തരം മരണങ്ങളുടെ പുറകിൽ ഊഹങ്ങൾ ഉണ്ടാവും. എന്തായാലും ഇന്ത്യയുടെ വളർച്ച കണ്ട് അമ്പരന്ന് പോയ അമേരിക്ക CIA ഉപയോഗിച്ച് ഇത്തരം ആളുകളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പിന്നീട് പല ഓതേഴ്സും ഇതിൽ ഒരു പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ശരി, 66 ഹോമി ഭാഭ മരിച്ചെങ്കിൽ ഇന്ത്യയിലെ ന്യൂക്ലിയർ പ്രോജക്ട് ചത്തുപോയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സംഘം ശാസ്ത്രജ്ഞരെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ 1971 വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധത്തിന് വരുന്നു. തോറ്റു തൊപ്പിയിട്ട് 90,000-ഓളം പട്ടാളക്കാരെ ഇന്ത്യയുടെ മുമ്പിൽ സാഷ്ടാംഗം നിലത്ത് കിടന്ന് പ്രണമിച്ച് തോൽക്കുന്നു. വാസ്തവത്തില് ശാസ്ത്രി മരിക്കുമ്പം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരികയാണ്. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി, അന്ന് രാജ്യത്തിലെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ രാജ്യത്തിന് വലിയ നേതൃത്വം നൽകാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചിരുന്നു. കാരണം രാജ്യം വല്ലാത്തൊരു ഡലമേലായിപ്പോയിരുന്നു. ആ ഡലമയിലെ ഇന്ദിരാഗാന്ധിയെ പോലത്തെ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടൊരു പേഴ്സൺ മാത്രമേ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഒക്കെ നമ്മുടെ രാജ്യത്തിന് കിട്ടിയ ഒരു വലിയ സൗഭാഗ്യങ്ങളാണ് ശരിക്കും നെഹ്റുവും ഗാന്ധി എന്നൊക്കെ വേണേൽ പറയാം. ഇന്ദിരാഗാന്ധിയുടെ പോളിസികളൊന്നും ശരിയാണെന്ന് ഞാൻ പറഞ്ഞത്, പല പോളിസികളും തെറ്റാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവർക്കുണ്ടായിട്ടുള്ള അവരെ പോലത്തെ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. അപ്പൊ അവര് പിന്നീട് കൊടുത്ത ലീഡർഷിപ്പാണ് 1974 നമ്മളുടെ ന്യൂക്ലിയർ ടെസ്റ്റ് ആയിട്ട് പോഖ്റാനിൽ അവതരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്യുന്നത് 1974 അല്ലെ. ഹാപ്പി കൃഷ്ണ എന്നാണ് ശരിക്കും ആ പ്രോജക്ടിന്റെ പേര്. പക്ഷെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട പേര് സ്മൈലിംഗ് ബുദ്ധ എന്നാണ്. അപ്പൊ സ്മൈലിംഗ് ബുദ്ധ എന്ന പേരും ഹാപ്പി കൃഷ്ണ എന്ന പേരും അത് കൊടുക്കുന്ന മെസ്സേജുകൾക്കൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ മെസ്സേജുകളുടെ ഡിഫറൻസ് കൊണ്ടാണ് അതിന് പുറത്തേക്ക് സ്മൈലിംഗ് ബുദ്ധ എന്ന പേര് കൊടുക്കുകയും ഹാപ്പി കൃഷ്ണ എന്നുള്ള ശരിക്കും പേരുണ്ടാവുകയും ചെയ്തു. അത് നയിച്ചത് രാജാറാമണ്ണയാണെന്ന് നമുക്കറിയാം. ഹോമി ഭാഭ തന്നെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് BARC ആണ്
ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഈ ന്യൂക്ലിയർ ബോംബിന്റെ പിന്നിലുണ്ടായിരുന്ന ബുദ്ധി. അതായത് ഹോമി ബാബ തന്നെയാണ് ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കണ്ടക്ട് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള താല്പര്യത്തെക്കുറിച്ച്, അതായത് ഈ ഹോമി ബാബ ശരിക്കും സമാധാനത്തിന് വേണ്ടി മാത്രമാണോ ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് പിന്നീട് വലിയൊരു ഡിബേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഡിബേറ്റിനെ കുറിച്ച് പിന്നീട് ഒരിക്കല് രാജാറാമണ് പറഞ്ഞത്, ഈ പോക്രാൻ ടെസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, an explosion is an explosion and a gun is a gun, whether you shoot at someone or shoot at the ground. I just want to make clear that the test was not at all that peaceful. അതായത് ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് തന്നെയാണ്. ഒരു തോക്ക് എന്ന് പറഞ്ഞാൽ ഒരു തോക്ക് തന്നെയാണ്. നിങ്ങൾ നിലത്തോട്ട് വെടിവെച്ചാലും ആകാശത്തോട്ട് വെടിവെച്ചാലും ഒരു തോക്ക് തോക്കാണ്. അതുകൊണ്ട് പീസ്ഫുൾ പർപ്പസിൽ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് ഇല്ല. ന്യൂക്ലിയർ ടെസ്റ്റിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് വെടിവെക്കുക എന്നുള്ളതാണ്. നെഞ്ചത്തോട്ട് വെടിവെച്ചാൽ ആള് ചാവും, ആകാശത്തോട്ട് വെടിവെച്ചാൽ അത് വേസ്റ്റ് ആവും, അത്രേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ന്യൂക്ലിയർ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആറ്റം ബോംബിന്റെ ഒരു ചുരുങ്ങിയ കഥ എന്ന് പറയുന്നത്.